മത്സരിക്കുമോ ഇല്ലയോ എന്നുള്ളത് പാർട്ടിയുടെ കേന്ദ്ര നേതൃത്വം തീരുമാനിക്കും. മത്സരിക്കാൻ എനിക്ക് ആഗ്രഹമുണ്ട്. ഞാൻ അവിടെയാണല്ലോ പ്രവർത്തിക്കുന്നത് കുറെ കാലമായിട്ട്. ഒരു രാഷ്ട്രീയ പ്രവർത്തകന് എവിടെ വേണമെങ്കിലും മത്സരിക്കാൻ ആഗ്രഹിക്കാം, അതിനുവേണ്ടി പ്രവർത്തിക്കാം. ഇനി ഒരു കാര്യം കൂടെ, ഒരു തുടർ ചോദ്യം, ഒറ്റ ചോദ്യം. കഴക്കൂട്ടത്ത് അങ്ങ് പ്രവർത്തിക്കുന്നു, ആറ്റിങ്ങല് വലിയ മുന്നേറ്റം ഉണ്ടാക്കി. കഴക്കൂട്ടത്ത് അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിലെ സാധ്യത എന്താണ് അങ്ങ് കാണുന്നത്? ബി ജെ പിക്ക് ജയസാധ്യത കാണുന്നു. ബി ജെ പി ജയിക്കും അടുത്ത തവണ? ജയിക്കുന്നല്ല, ജയസാധ്യത. ജയിക്കും എന്നുള്ളത് തെരഞ്ഞെടുപ്പ് കമ്മീഷനാണ് പറയുന്നത്. അത് തെരഞ്ഞെടുപ്പ് കമ്മീഷനല്ലേ, ജനങ്ങളാണ് തീരുമാനിക്കുന്നത് ആര് ജയിക്കുമെന്ന്. ജയിക്കുമെന്നുള്ളത് ഒരു നേതാവിനും തീരുമാനിക്കാൻ പറ്റില്ല. ഈ കടകംപള്ളിക്ക് വലിയ സ്വാധീനമാണല്ലോ കഴക്കൂട്ടം. അദ്ദേഹത്തിന് ജയസാധ്യതയുണ്ട്. എനിക്കെങ്ങനെ പറയാൻ പറ്റും അദ്ദേഹത്തിന് ജയസാധ്യത തീരെയില്ല? ഈ ശബരിമല സ്വർണ്ണക്കൊള്ളയുടെ പശ്ചാത്തലത്തിൽ സ്വാധീനം കുറഞ്ഞു എന്ന് കരുതണ്ടേ? അതൊക്കെ വിലയിരുത്തേണ്ടതല്ലേ. അതൊക്കെ തെരഞ്ഞെടുപ്പ് വരുമ്പോൾ ജനങ്ങൾ വിധി എഴുതും. തദ്ദേശ ഫലം വന്നതിന് ശേഷം സംസ്ഥാന പ്രസിഡന്റ് നടത്തിയ ഒരു പ്രസ്താവന വലിയ തോതിൽ രാഷ്ട്രീയപരമായിട്ട് വിലയിരുത്തപ്പെട്ടു. അതായത് ഇനി അങ്ങോട്ടുള്ള കേരളത്തിലെ പോരാട്ടം UDF-ഉം BJP-യും തമ്മിലാണെന്ന്. ഇതുവരെയുള്ള പലതരം വ്യാഖ്യാനങ്ങളിൽ മുന്നിട്ട് നിന്നത് കേരളത്തിൽ കോൺഗ്രസിനെ ഇല്ലാതാക്കിക്കൊണ്ട് BJP മുന്നോട്ട് വരിക എന്നുള്ളതായിരുന്നു. അപ്പം ഈ ഒരു സ്ട്രാറ്റജി BJP മാറ്റിയോ? ഞാനറിയില്ല, അങ്ങനെ ഒരു പ്രസ്താവന ഞാൻ കണ്ടിട്ടില്ല. പിന്നെ സ്ട്രാറ്റജിയെ കുറിച്ച് ഞങ്ങൾ ഇതുവരെ ചർച്ച ചെയ്തിട്ടില്ല. ഈ സ്ഥാനാർത്ഥികളെയൊക്കെ കുറച്ച് മുൻപ് പ്രഖ്യാപിക്കാനുള്ള ആലോചനകളുണ്ടോ? ഞങ്ങളിപ്പോൾ അതായത് ഞങ്ങൾ ഇതുവരെ ശ്രമിച്ചത് മുഴുവൻ കോർപ്പറേഷൻ, മുനിസിപ്പൽ, പഞ്ചായത്ത് തെരഞ്ഞെടുപ്പുകളാണ്. അത് കഴിഞ്ഞിട്ട് പാർട്ടിയുടെ ആദ്യത്തെ യോഗം നടക്കാൻ പോകുന്നത് 22-ാം തീയതിയാണ്. ഇപ്പോഴല്ലേ നമുക്കറിയാൻ പറ്റുള്ളൂ തുടർന്ന് എന്തൊക്കെയാണ് എങ്ങനെയൊക്കെയാണെന്നുള്ളത് ചർച്ച. ഇപ്പോൾ പാർട്ടിയിൽ ഔപചാരികമായിട്ട് ചർച്ച ചെയ്തിട്ട് ഒരു തീരുമാനം എടുത്തിട്ടില്ല. ഈ പ്രധാന ലക്ഷ്യം കോൺഗ്രസ് മുക്ത കേരളമാണോ? അല്ല, BJP-യെ ഭരണത്തിലെത്തുക എന്നുള്ളതാണ് ലക്ഷ്യം. UDF ആണോ CPM ആണോ? അവർ രണ്ടുപേരും പ്രതിപക്ഷത്താവും. BJP ഭരണത്തിൽ വന്നു കഴിഞ്ഞാൽ പിന്നെ അവരാരും ഭരണത്തിലുണ്ടാവില്ലല്ലോ. മുഖ്യ എതിരാളി ആര്? BJP-യുടെ? അല്ല, ഞങ്ങൾക്ക് ഇക്കാര്യത്തിലൊരു സംശയമില്ലല്ലോ. ഇന്ത്യ അലയൻസിൽ ആരാണ് കൂടുതൽ ശക്തി എന്നുള്ളത് നമ്മൾ നോക്കണ്ടല്ലോ. ഇന്ത്യ അലയൻസ് ഒരേപോലെ BJP-ക്ക് എതിരല്ലേ, BJP അവർക്കെതിരാണ്. രാജീവ് ചന്ദ്രശേഖർ പറഞ്ഞതാട്ടെ, അല്ല ഞാൻ കണ്ടിട്ടില്ല. പോയി കോൺഗ്രസ് ആണ് നമ്മുടെ മുഖ്യ എതിരാളി. അല്ലല്ല, അതുകൊണ്ടാ പറഞ്ഞത്. അദ്ദേഹം പറഞ്ഞത് ഏത് പശ്ചാത്തലത്തിലാണ്, അദ്ദേഹം പറഞ്ഞിട്ടുണ്ടോ ഇല്ലയോ എന്ന് പോലും ഞാൻ കണ്ടിട്ടില്ല. അദ്ദേഹം പറഞ്ഞത് ഏത് പശ്ചാത്തലത്തിലാണ്, ഇതൊക്കെ അറിഞ്ഞാലല്ലേ പറയാൻ പറ്റും. പിന്നെ അദ്ദേഹം അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ അതിന് ഞാനിപ്പോൾ കൗണ്ടറോ അതൊന്നും പറയേണ്ട കാര്യമില്ല. ഇന്ത്യ സഖ്യത്തിലെ ശക്തമായ പാർട്ടിയാണ് പ്രധാന എതിരാളി BJP-യുടെ. ഇന്ത്യ സഖ്യത്തിലെ ശക്തമായ പാർട്ടി തന്നെയാണ്. കേട്ടില്ല. ഇന്ത്യ സഖ്യത്തിലെ ശക്തമായ പാർട്ടി തന്നെയാണോ BJP-യുടെ പ്രധാന എതിരാളി കേരളത്തിൽ? മനസ്സിലായില്ലേ? ഇന്ത്യ സഖ്യമാണ്. അവർ അതിനകത്ത് ആരൊക്കെ എന്തൊക്കെ ഏട്ടനാരാ അനിയനാരാന്നൊക്കെ ഞാൻ ചർച്ച ചെയ്യണ്ടല്ലോ, അത് അവർ തമ്മിൽ ചർച്ച ചെയ്തോട്ടെ. ഗവർണറും അതേപോലെ മുഖ്യമന്ത്രിയും തമ്മില് ഈ വൈസ് ചാൻസലർ നിയമന കാര്യത്തിൽ ഒത്തുതീർപ്പിലെത്തി. ഞാൻ ഗവർണറുടെ സ്റ്റാഫിലെ അംഗമല്ല, മുഖ്യമന്ത്രിയുടെ സ്റ്റാഫിലെ അംഗമല്ല. ഒത്തുതീർപ്പാണെന്നൊക്കെ പറഞ്ഞിട്ട് പ്രതിപക്ഷത്തിന്റെ ആരോപണം ഉണ്ടല്ലോ. പ്രതിപക്ഷം എന്തിനാണ് അങ്ങനെ ചിന്തിക്കൂ. ഈ സിസ തോമസിനെ ഇതുവരെ എടുക്കില്ല എന്ന് പറഞ്ഞ മുഖ്യമന്ത്രി അംഗീകരിച്ചു, സജി ഗോപനാഥിനെ അംഗീകരിക്കില്ല എന്ന് പറഞ്ഞ ഗവർണർ അംഗീകരിച്ചു. ഇത് എന്തൊക്കെയോ നീക്കുപോക്കുകളില്ലേ? അല്ലല്ല, അതായത് അതിന്റെ നിയമപരമായിട്ടുള്ള വശങ്ങൾ എന്തൊക്കെയാണ്, ഇതൊക്കെ അവര് രണ്ടുപേരിൽ ആരെങ്കിലുമാണ് പറയേണ്ടത്. അതിൽ നിങ്ങൾക്ക് മുഖ്യമന്ത്രി എപ്പോഴും മീഡിയ കാണുന്ന ആളാണ്, നിങ്ങൾ അദ്ദേഹത്തോട് തന്നെ നേരിട്ട് ചോദിക്കും. ഗവർണർ ഇപ്പൊ ഈ ഗവർണർ മീഡിയയെ കാണാറില്ല, അതുകൊണ്ട് ഞാൻ ഗവർണറെ കാണാമെന്ന് ഞാൻ പറയാത്തതുകൊണ്ട്. ഈ ഗവർണർക്കെതിരെ നടത്തിയ സമരത്തിൽ മാപ്പ് പറയണമെന്ന് ആവശ്യമുണ്ടോ? ഗവർണർക്കെതിരായിട്ട് ആര് സമരം ചെയ്തു? തന്നെ അതൊക്കെ തെറ്റ് തിരുത്തി കഴിഞ്ഞാൽ, തെറ്റ് മനസ്സിലാക്കി കഴിഞ്ഞാൽ അവർ തിരുത്തുമല്ലോ. CPM എല്ലായ്പ്പോഴും പറയുന്നത് ഞങ്ങൾക്കൊരു അബദ്ധം പറ്റിപ്പോയി എന്നാണ്. അല്ല, അവർ അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ തീർന്നല്ലോ പ്രശ്നം. അല്ല, അത് നമുക്ക് വെയിറ്റ് ചെയ്യാന്ന്. അവരടുത്ത പാർട്ടി കോൺഗ്രസോ അടുത്ത പാർട്ടി കേന്ദ്ര കമ്മിറ്റിയോ ഒക്കെ നടക്കുമ്പോൾ അവർ ഈ സ്ഥിരമായിട്ട് വിലയിരുത്തി തെറ്റേറ്റു പറയുന്ന പാർട്ടിയാണല്ലോ. CPM-ഉം CPI-യുടെയും ഒരു പ്രത്യേകത അതാണ്. അല്ല, എനിക്കറിയില്ല അവരങ്ങനെ സമരം ചെയ്തോ ഇല്ലയോ എന്താണെന്ന് അറിയില്ലല്ലോ. ഇപ്പോൾ പണ്ട് ആർഷോ എന്തൊക്കെ കാണിച്ചിട്ടുണ്ട്, അതേപോലെ പലതും കാണിക്കുമല്ലോ. അതൊക്കെ കാര്യങ്ങൾ മനസ്സിലാക്കാതെ കുട്ടികൾ കാണിക്കുന്ന ചില വിഡ്ഢിത്തങ്ങൾ. ഈ വളരെ പ്രായം കുറഞ്ഞ ഒരാളെ പാർട്ടിയുടെ വളരെ കോറായിട്ടുള്ള ഒരു പൊസിഷനിലേക്ക് വരുന്നു, സംസ്ഥാന അധ്യക്ഷനാവെന്ന് പറയുന്നു. BJP എന്ത് മെസ്സേജാണ്? ദേശീയ അധ്യക്ഷൻ.
അല്ല, വളരെ പ്രായം കുറഞ്ഞല്ലോ. അദ്ദേഹം 5 തവണ MLA ആയിരുന്ന ആളാണ്. അദ്ദേഹം വളരെ പ്രായം കുറഞ്ഞു എന്നൊക്കെ നമ്മൾ ധരിക്കുന്നത് തെറ്റാണ്. താരതമ്യം എന്ന് പറയുന്നതിൽ തന്നെ അർത്ഥമില്ലല്ലോ. കാരണം ഒരാളെയും പരസ്പരം താരതമ്യം ചെയ്യാൻ പറ്റില്ല.